നമ്മൾ ഇന്നത്തെ സർവീസ് ഇവിടെ കാണാൻ പോകുന്നത് പെഡിക്യൂറാണ്. അപ്പോൾ നമുക്ക് പെഡിക്യൂറിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് മായ ചേച്ചിയോട് നമുക്ക് ചോദിക്കാം. ഹായ് മഞ്ജു ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? സുഖം. ഓക്കെ. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്നത് എന്താ മോളുടെ പേര്? വൈദേഹിയാണ്. പെഡിക്യൂറിന് വേണ്ടിയിട്ട് നമുക്ക് വൈദേഹിയെ സെറ്റ് ചെയ്യാം. അപ്പോൾ ആ സർവീസ് ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ പേര് സൽമാൻ എന്നാണ് കേട്ടോ. സൽമാൻ, ഒരു ഹായ് പറഞ്ഞേക്കൂ. ചേച്ചി, അപ്പം നമ്മുടെ നാനോപ്ലാസ്റ്റി ഒക്കെ വളരെ നന്നായിരുന്നു, കസ്റ്റമർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അല്ലേ? അപ്പം നമുക്ക് ഇന്നത്തെ സർവീസ് നമ്മുടെ പെഡിക്യൂറാണ്. ഒട്ടും ജനങ്ങൾ അവെയർ അല്ലാത്തൊരു കാര്യമാണ് പെഡിക്യൂർ. അത് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നും ഓരോ നാട്ടിലും, ഞാൻ പുറത്തായിരുന്നു, ഓരോ നാട്ടിലും ഓരോരുത്തരുടെ ട്രഡീഷണലാണ്. ഇപ്പം ഫിലിപ്പൈന് അമ്മക്ക് ഫേഷ്യല്, അതെ അതെ, ഞങ്ങളാണ് ഞങ്ങളുടെ മാഡം എനിക്ക് വന്ന ഫേഷ്യല്, ത്രെഡിങ്, വാക്സിങ് നീ ചെയ്യ്. അപ്പൊ ഈ പെഡിക്യൂർ എന്താണെന്ന് എനിക്ക് അന്നത്തെ സമയം 18 വർഷം മുമ്പാണ് പോയത്, എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ മറ്റുള്ള എല്ലാ നാട്ടുകാരും, ഈവൻ ഇംഗ്ലീഷുകാർ, എസ്പെഷ്യലി ഫിലിപ്പിനോസ്, അവരെ കാലാണ് അവർ മസ്റ്റായിട്ട് ക്ലീൻ ചെയ്തിരിക്കേണ്ടത്. നമ്മുടെ നാട്ടുകാർ അത് ചെയ്യില്ല. അത് എന്താണെന്ന് എനിക്ക് പറയാം. അന്നത്തെ കാലത്ത് അത് അങ്ങനെ കൃഷിയും കാര്യങ്ങളും ഒക്കെ അല്ലായിരുന്നു. അവർ കാല് ക്ലീൻ ചെയ്ത് ഇരിക്കാൻ അവർക്ക് പറ്റില്ലല്ലോ, അതിനുള്ള ഒരു സമയമില്ല. പക്ഷെ ഇപ്പം നമ്മൾ ഒത്തിരി പുരോഗമിച്ച് എല്ലാവരും പുറത്തു പോയി, അല്ലെ കുറേ ഇംഗ്ലീഷുകാർ ഇവിടെ വന്ന് അവരെ കുറേ കൾച്ചർ ഇവിടെ, എങ്കിൽ തന്നെ ഇപ്പോഴാണ് ഈ പെഡിക്യൂറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അങ്ങേയറ്റം ഒരു 15 വർഷം അത്രേ ഉള്ളൂ, ഏകദേശം 15 അല്ലെ 20 വർഷം. ഇത് ജനങ്ങളൊന്ന് ശരിക്കും തിരിച്ചറിയും. പെഡിക്യൂർ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ പെഡിക്യൂർ എന്ന് എന്നോട് ചോദിച്ച സമയമുണ്ട് ആളുകൾ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇവിടുത്തെ ഒരു യൂണിസെക്സ് പാർലറാണ്. അപ്പോൾ ഇവിടെ ആണുങ്ങളും പെൺപിള്ളേരും എല്ലാവരും ഈ പെഡിക്യൂറിന്. ആൺപിള്ളേർ ഇത് ചോദിച്ചു വരുന്നുണ്ടോ? അതെ, എല്ലാവർക്കും ഉണ്ട് ഇവിടെ. പിന്നെ പെഡിക്യൂർ, ഹെയർ കട്ട്, എല്ലാവർക്കും ഗ്രൂമിങ് എല്ലാം ഉണ്ട് ഇവിടെ. അപ്പം എസ്പെഷ്യലി പെഡിക്യൂറിന് അവർ പ്രത്യേകം വിളിച്ചു ചോദിക്കും. അത് ശരി. അതുകൊണ്ടൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഞങ്ങളുടെ പാർലറിൽ സ്റ്റീം ബാത്ത് ഉണ്ട്, മൊറോക്കൻ ബാത്ത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത്, എസ്പെഷ്യലി ഏറ്റവും അവരുടെ ട്രഡീഷണലാണ് മെനിക്യൂർ പെഡിക്യൂർ. അതായത് ഫിലിപ്പൈനുകൾ മൊറോക്കൻ ബാത്ത് അല്ലെ ഇറാനി ബാത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയി പഠിച്ചത്. അതിവിടെ ഉണ്ട്. പക്ഷെ അത് മൊറോക്കൻസും ഇറാനികളും അത് മസ്റ്റായിട്ട് അത് ചെയ്തിരിക്കും. അപ്പം ഓരോ നാട്ടിലും ഓരോ ഇതാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ കണ്ടുവന്നത് അങ്ങനെയാണ്. നമുക്കൊക്കെ പെട്ടെന്ന് മുഖം മിനുക്കുക, അതേ ഉള്ളൂ. ശരിയാ. മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫേഷ്യലിനും ഹെയറിനും, കൂടിപ്പോയ ഒരു വാക്സിങ്, പിന്നെ നെയിൽസൊക്കെ ഏതൊരു കല്യാണം വന്ന പിള്ളേർ അത്യാവശ്യം ചെയ്യുമെന്നല്ലാതെ ഈ പെഡിക്യൂറിനെ കുറിച്ച് ആർക്കും അത്ര ഒരു അവയർനെസ് ഉണ്ട്. പക്ഷെ അവർക്കത് ചെയ്യാൻ ഒരു മനസ്സ് വരുന്നില്ല. പെഡിക്യൂറൊക്കെ പോയി ഞങ്ങൾ എന്തിനു പാർലറിൽ ചെയ്യണം, ആ ഒരു ചിന്താഗതിയാണ്. ചേച്ചി, ശരിക്കും ഈ പെഡിക്യൂറിൽ ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഭൂമിയായിട്ട് ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് വരുന്നത് നമ്മുടെ കാലുകൾക്കാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ പകരുന്നതും കാലിൽ കൂടെ ആയിരിക്കും. പക്ഷേ പണ്ട് മുനിമാർ ഒക്കെ ഈ മെതിയഴി ഇടുമായിരുന്നു അവർ. അപ്പം അത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ അറിയത്തില്ല, അന്ന് അതേ ഉള്ളായിരുന്നു. അപ്പം അവരുമൊക്കെ കാല് അവർ വൃത്തിയാക്കുമല്ലോ മെതിയഴി. പക്ഷേ എപ്പോഴും നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമിയായിട്ട് എപ്പോഴും ടച്ച് വേണം നമ്മുടെ കാലം. പക്ഷെ എനിക്കോ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്കോ എനിക്ക് ഒരു മിനിറ്റ് പോലും ചെരുപ്പിടാതെ നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ സ്കിൻ അത്ര സോഫ്റ്റായി. പക്ഷെ മറ്റേ അത്രയും നല്ല സ്ട്രോങ് ഇതാണ്. അവര് എൻ്റെ അപ്പനും ഒന്നും ചെരുപ്പിടില്ലായിരുന്നു, എൻ്റെ അപ്പനും അമ്മയും ഒന്നും ചെരുപ്പിടില്ലായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പം നമ്മളൊന്നും 2 മിനിറ്റ് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ചവിട്ടമൊക്കെ ഇല്ല. പക്ഷേ അന്നത്തെ അത്രയും കെമിക്കലുകളൊന്നും ഇല്ലായിരിക്കും ഭൂമിയിൽ. എനിക്കതാണ്. പക്ഷെ ഇപ്പം മസ്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തി വേറെ രാജ്യത്തിലും മസ്റ്റായിട്ട് നോക്കുന്നത് നമ്മുടെ കാലാണ്. അതെ, പണ്ട് പറയുന്നേക്കാം കല്യാണം ആലോചിച്ച് ചെല്ലുമ്പം പെണ്ണിന്റെ കാലയിൽ ആദ്യം വൃത്തി ഉണ്ടോന്ന് അറിയാൻ കാലയിലോട്ട് നോക്കുന്നു. ഓക്കെ ചേച്ചി, പിന്നെ വേറൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ പെഡിക്യൂർ ചെയ്യുന്നില്ലേ, ഞാൻ പലരുടെയും കാല് കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഉപ്പൂറ്റിയൊക്കെ വെറിച്ചിട്ടേ, ഭയങ്കരമായിട്ട് അവരത് ഒട്ടും കെയർ ചെയ്യാറേ ഇല്ല. അപ്പോൾ അത് ശരിക്കും അസുഖങ്ങൾ പകർത്താനുള്ളൊരു ചാൻസും കൂടുതലല്ലേ? അങ്ങനെ അസുഖങ്ങൾ അതിൽ വരത്തില്ല. ചില ഡ്രൈ ആണ്, ചില സ്കിൻ ഡ്രൈ ആയിരിക്കും, അതുകൊണ്ടൊക്കെ കാലിലെ ഡ്രൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത്, അപ്പം വീട്ടിലെ ഒരു ഇതെന്ന് പറയുന്നത് വാസലിൻ നല്ലതാണ് കിടക്കാൻ നേരത്ത്. വാസലിൻ കാലിൽ
ഇടുന്നതല്ല. പിന്നെ ചിലർ ഡ്രൈ ആയിരിക്കും, ഒരുപാട് പിടിച്ച് കയറി. അതിന് സത്യം പറയാൻ മെഡിസിനും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ പെഡിക്യൂറിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? പെഡിക്യൂറിൽ നമ്മൾ കാലെങ്ങനെയാ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ സോക്ക് ചെയ്തൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചൂടുവെള്ളത്തിലാണോ തണുത്ത വെള്ളത്തിലാണോ? ചൂടുവെള്ളത്തിലാണ്. ഇവിടെ സ്പെഷ്യലി ചൂടുവെള്ളം ആ പൈപ്പിലൂടെ വരുന്നുണ്ട്. ചൂടുവെള്ളത്തിലാണ്. ശരി. അപ്പം ചൂടുവെള്ളത്തിൽ എത്ര നേരം അത് സോക്ക് ചെയ്ത് വെക്കും? അത് സ്കിന്നനുസരിച്ചാണ്. ചിലരുടെ സ്കിന്നുകൾ ചിലപ്പം 15-20 മിനിറ്റ് വരെ വെക്കണം, അത് കുതിരാൻ വേണ്ടി. പക്ഷേ ചില സ്കിന്ന് പെട്ടെന്ന് ഒരു 10-5 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോഴത്തേനും അത് സോഫ്റ്റ് ആവും. പലരുടെയും കാര്യങ്ങൾ പലതരം സ്കിന്നിനനുസരിച്ച്. ഈ വെള്ളത്തിലെ സോക്ക് ചെയ്യാനായിട്ട് വെക്കും, ആ വെള്ളത്തിൽ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് ആഡ് ചെയ്യുന്നുണ്ടോ? മെഡിസിൻ ആഡ് ചെയ്യും. ഓക്കെ. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അത് നമ്മുടെ കാലിലെ അഴുക്കുകൾ പോവാനും കാലിന് ഷാമ്പു, ഉപ്പ് നല്ലതാണ്. ഇപ്പം നമ്മൾ വീട്ടിലായാലും ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കാല് വെക്കുന്നത് നമ്മുടെ കാലിൻ്റെ പെയിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഉപ്പ് നെഗറ്റീവ് എനർജി വലിച്ചെടുക്കാൻ അപ്പോൾ നല്ലതാണ്. ഉപ്പ്, ഷാമ്പു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ നമ്മൾ ആഡ് ചെയ്യും. ശരി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കാൻ പോകുന്നത്? ഇപ്പം ഞാൻ ചൂടുവെള്ളത്തിലൊരു 10 മിനിറ്റ് എൻ്റെ കസ്റ്റമറുടെ കാല് ഇട്ടിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഈ ക്യൂട്ടിക്കളുണ്ട് നമ്മുടെ നഖത്തേലൊക്കെ ഒരുപാട് ക്യൂട്ടിക്കളുണ്ട്. കാര്യം ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് ഇവിടെ വെച്ച് എന്തൊക്കെയോ പെഡിക്യൂർ അറിയാവുന്നേ ഉള്ളായിരുന്നു. പക്ഷെ അവിടെ വെച്ചാണ് ശരിക്കും പെഡിക്യൂർ മാറുന്നത്. മസ്റ്റായിട്ട് നമ്മുടെ കാലിലെയും അല്ലെ വിരലിലെയും, മെനിക്യൂർ എന്ന് പറയാം, വിരലിലെയും ആ ഡെഡ് സ്കിൻ എടുത്ത് കളയണം മസ്റ്റായിട്ട്. അത് ചിലപ്പോൾ എടുക്കുമ്പോൾ ചില പെയിൻഫുള്ളായിട്ട് വരും. അത് പിന്നെ ഫസ്റ്റ് നമ്മൾ അത് ചെയ്യും. പിന്നെ നഖം നല്ല രീതിയിൽ, ഇപ്പം പെൺകുട്ടികളെല്ലാം നഖം വളർത്തും, അപ്പം നല്ല രീതിയിൽ അത് ഷേപ്പ് ചെയ്യും. ചേച്ചി ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ആ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ നെയിലിന്റെയും സ്കിന്നിന്റെയും കൂടെ ഇടയ്ക്കായിട്ട് വരുന്നതാണ്. അത് ശരിക്കും കട്ട് ചെയ്ത് വിടുന്നത് എന്തിനാണെന്നാ പറഞ്ഞേ? അത് ഇരുന്ന് കഴിഞ്ഞാൽ ഈ പണ്ടി കുഴിനകം അങ്ങനെയൊക്കെ ഉണ്ടാകത്തില്ലായിരുന്നു, അതൊക്കെ അതിരുന്നൊക്കെയാണ് അങ്ങനെ വരുന്നത് കൂടുതലും. പക്ഷെ ഇത് വെട്ടിയിടുമ്പോൾ നമ്മുടെ ആ കഴുക്കുകൾ കംപ്ലീറ്റ് പോവാണ്. കാലിൽ അഴുക്കുകളെല്ലാം പോകുമ്പോൾ അത് സ്ഥിരം ചെയ്യുമ്പോൾ അത് ആഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ ചെയ്തില്ലെങ്കിൽ അത് ആൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവരുണ്ടല്ലേ? പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെ ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് ആളുകൾ. പിന്നെ നമ്മുടെ പ്രധാന ഡെഡ് സ്കിന്ന് പോവും. നമ്മുടെ ഡെഡ് സ്കിന്ന് നന്നായിട്ടത് സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ ഡെഡ് സ്കിന്ന് പോവും. ഓക്കെ. അപ്പം ഇതുകൊണ്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർ പെഡിക്യൂറൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്നൊരു മസാജ് കൊണ്ട് പലർക്കും കാലിൻ്റെ വേദനയൊക്കെ ഒത്തിരി പറയുന്നു. ഞങ്ങൾ ഹാൻഡ് മസാജ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുള്ള മസാജർ സെപ്പറേറ്റ് മസാജറും ഉണ്ട്. ഓക്കെ. ചേച്ചി ഇതിപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ക്യൂട്ടിക്കിൾ കട്ട് ചെയ്യുന്നത്? അതെ. ഓക്കെ. ഇതല്ലേ ചേച്ചി പറഞ്ഞത്, ഈ ക്യൂട്ടിക്കിൾ കട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിലാണ് പിന്നീട് ഈ കുഴിനകമൊക്കെ വരുന്നതെന്ന് പറഞ്ഞ്? അതെ, അങ്ങനെയൊക്കെ വരും. നമ്മുടെ നാട്ടിൽ പണ്ട് കുഴിനകം വെക്കുമ്പോൾ ഞങ്ങളുടെ അമ്മയൊക്കെ മൈലാഞ്ചി അരച്ചിടുക, നാരങ്ങയൊക്കെ വെക്കും, നാരങ്ങ വെക്കും, മൈലാഞ്ചി വെക്കും. പക്ഷെ നല്ലതാണ്, അതൊക്കെ നല്ലതാണ്. പക്ഷെ അതിൽ നല്ലത് എല്ലാവർക്കും എളുപ്പം ഒരു പാർലറിൽ വന്ന് എല്ലാ മസാജും കാര്യങ്ങളും നമ്മൾ വീട്ടിൽ ഇത് ആരും ചെയ്യാൻ പറ്റുന്നില്ല, ആരും ചെയ്യുന്നില്ല. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഡയബറ്റിക് രോഗികളെ സംബന്ധിച്ചിട്ട് നമ്മൾ ഒത്തിരി കെയർ ചെയ്യണം. നമ്മൾ അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ അവർ വരുമ്പോൾ പറയോ അവർക്ക് ഡയബറ്റിക് ഉണ്ടെന്ന് പറയോ? നമ്മൾ ചോദിക്കും, ഡയബറ്റിക്കോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. ഓക്കെ. അപ്പോൾ അത് വളരെ സൂക്ഷിച്ചിട്ട് വേണം അവർക്ക് ചെയ്യാൻ. ഈ ക്യൂട്ടിക്കിൾ കട്ട് ചെയ്യുമ്പോഴേ കസ്റ്റമർ പെയിൻ ഉണ്ടെന്ന് അയ്യോ എന്നൊക്കെ പറയും. അപ്പൊ അതൊരു ചെറിയ അതിനകത്ത് ചെറിയ കത്രിക വെച്ചിട്ട് മാംസത്തോട് ചേരുന്ന ഭാഗം തന്നെയല്ലേ കട്ടായി പോകുന്നത്? അപ്പൊ ഇനി അടുത്തത് ചെയ്യുന്നത് ഇപ്പൊ ഈ ചെയ്യുന്ന എന്താ ചേച്ചി? ഇത് കുട്ടികൾ എക്സസ് ഇരിക്കുന്നത് അവരത് പുഷ് ചെയ്ത് കളയുന്നേ ഉള്ളു. അതൊന്ന് സ്കിന്നിനടിയിലേക്ക് ഇരിക്കുന്നത് എക്സസ്. ഈ ക്യൂട്ടിക്കിൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നെയിൽസ് വൃത്തിയാവും. വൃത്തിയാവും മസ്റ്റായിട്ട്. ഇടയ്ക്കുള്ള അഴുക്കെല്ലാം പോകും. അത് ഈ ചൂടുവെള്ളത്തിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ, ഉപ്പുവെള്ളം ചൂടുവെള്ളം വെച്ച് കഴിയുമ്പോൾ തന്നെ കുറേ കൂടെ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ കാലിന്റെ വെള്ളയുണ്ടല്ലോ, അവിടുത്തെ അഴുക്കും മസ്റ്റായിട്ട് പോകണമല്ലോ. അപ്പൊ ആ വെള്ളത്തിലിരുന്ന് അത് കുതിർന്നിട്ടത് ക്ലീൻ ആയി പോകും. ചില കാല് കണ്ടിട്ടില്ലേ ഉപ്പൂറ്റിയൊക്കെ നന്നായിട്ട് വെടിച്ച് കയറിയിട്ട്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്രോസസ്സ് കൊണ്ട് തന്നെ അത് ക്ലീൻ ആവുമോ?
അത് നമ്മൾ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങ് പോയോ എൻ്റെ കാലമൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് ആഫ്റ്റർ കെയർ ഉണ്ട്. ഇപ്പോൾ രാത്രി ചെല്ലുമ്പോൾ നമ്മൾ കിടക്കാൻ നേരത്ത്. അല്ല ഞാൻ ചോദിക്കട്ടെ, ആ പെഡിക്യൂർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർ ഉപ്പൂറ്റിയുടെ ആ പൊട്ടിയിരിക്കുന്നതൊക്കെ മാറി കിട്ടും? അതെന്താ ചെയ്യുക? അത് പീൽ ചെയ്യുമോ? അപ്പം അത് വീണ്ടും അത് ഒത്തിരി ആ ഒരു നമ്മളത് എടുത്തു കഴിയുമ്പോഴേ അത് ഒത്തിരി അതിനൊരു മാറ്റം കിട്ടും. ഡെഡ് സ്കിന്നെല്ലാം പോവുകയാണ്. ഓക്കെ. പിന്നെ നമ്മളത് ആഫ്റ്റർ കെയർ ചെയ്യണം. കാര്യം പിന്നെ ഏറ്റവും നല്ലത് ഞാൻ കണ്ടത് ഏറ്റവും നല്ലത് വാസലിൻ. വാസലിനാണ് ഏറ്റവും നല്ലത്. രാത്രി കിടക്കാൻ നേരത്തെ ഡെയിലി വാസലിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് മാറ്റം വരും നമുക്ക്. പിന്നെ വല്ലപ്പോഴും വന്ന് ഇതേ കണക്ക് മാസം ഒരു വട്ടമെങ്കിലും വന്ന് പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് മസ്റ്റായിട്ട് മാറിയിരിക്കും. ഇതിപ്പോൾ എന്താ ചേച്ചി? സ്ക്രബ്. ഓക്കെ. കാലിൻ്റെ ഉപ്പൂറ്റിയാണോ? ആ, ഉപ്പൂറ്റിയാണ്. ഓക്കെ. ഇതെന്താ അതിൻ്റെ അകത്ത് ഈ സ്കിന്ന് മുറിഞ്ഞ് മാറാനുള്ള കട്ടിയുള്ള തൊലി മാറാനായിട്ടുള്ളതാണ്? ബ്ലേഡ് അതിലുണ്ട്, ഡെഡ് സ്കിന്ന് മാറാൻ. ഓക്കെ. എന്താ സൽമാൻ അത് പറയുന്നത്? ഡാമേജ് സ്കിൻ, ഡെഡ് സ്കിൻ. ഓക്കെ ഓക്കെ, ഡാമേജ് സ്കിൻ. ഓക്കെ ഓക്കെ. സ്ക്രബ്ബർ. ഓക്കെ. അപ്പോൾ ചെറിയൊരു ബ്ലേഡ് പോലെ അതിരിക്കുന്നത് അല്ലേ? അതിനകത്ത് ചെറിയൊരു കട്ടിയുള്ള തൊലി, അപ്പോൾ അത് കൊണ്ടങ്ങ് പൊക്കോളൂ. ഇപ്പം ഇത്രയും ഇപ്പം ഈ മോളുടെ കാലം ഇപ്പോൾ ഏകദേശം ഒരുവിധം നന്നായി ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു കാലം. അപ്പം ഞാനീ പറഞ്ഞത് വലിയ അതെ, നമുക്ക് വലിയ പണി വരുന്നില്ലല്ലോ. മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ആ നേരത്തെ വെടിച്ച് അത് ഒത്തിരി സമയം എടുക്കും അവർക്കൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ വെടിച്ച് കീറി നല്ല ഉപ്പിട്ട് നല്ല നല്ല ടൈം എടുക്കും. അത് ഒരു 20-25 മിനിറ്റോളം വെള്ളത്തിൽ ഏകദേശം മൊത്തം എത്ര സമയം എടുക്കും? അത് 1.5-2 മണിക്കൂർ വരെ എടുക്കുന്നുണ്ട്. അത്രയും ഡാമേജ് ആയ സ്കിന്ന് റിമൂവ് ചെയ്യാനൊക്കെ ഒരുപാട് സൂക്ഷിച്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അതെന്താ വെടിച്ച് കീറി അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇത് ചെയ്യുമ്പം? അത് നിങ്ങൾക്ക് ഡെഡ് സ്കിൻ ഇങ്ങനെയൊക്കെ ഒരു എല്ലാ സ്കിന്നിലാന്ന് തോന്നുന്നത്. എല്ലാവർക്കും വേദനയൊന്നും വരത്തൊന്നുമില്ല. അത് പൊട്ടിയിരിക്കുമ്പോൾ ചിലർ പറയും ഉപ്പൂറ്റിക്ക് വേദന ഉണ്ടെന്ന് പറയാറുണ്ട്. ഇതെന്താ ചേച്ചി ഇപ്പോൾ ചെയ്യുന്നത്? സ്ക്രബ് ചെയ്യാണത്. ഓക്കെ. ഡെഡ് സെൽസ് എല്ലാം പൊക്കോളും? അതെ. ഓക്കെ. ശരിക്കും ഒരു പെഡിക്യൂർ മൊത്തത്തിൽ എത്ര സമയം എടുക്കേണ്ടി വരും? ഒരു നോർമൽ അവക്കുള്ള നഖം ഇല്ല, അല്ലെങ്കിൽ നമ്മൾ നഖം നമുക്ക് ഷേപ്പ് ചെയ്യായിരുന്നു. ഷേപ്പ് ചെയ്തിട്ട് അത് ഫയൽ വെച്ചിട്ട് അത് കറക്റ്റ് ഷേപ്പ് ചെയ്ത് വിടാം. പക്ഷെ അവർക്ക് നഖത്തിന് പെട്ടെന്ന് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നഖം ഇതാക്കണ്ടല്ലോ, വേണ്ടല്ലോ. അവൾ ആദ്യമേ പറഞ്ഞായിരുന്നു നമുക്ക് നഖം ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്യുന്നത് അത് ആദ്യമേ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ട് വരുന്ന കസ്റ്റമർ നമ്മൾ ആദ്യമേ വെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഡ്രൈ ആയിട്ട് നെയിൽ പോളിഷ് റിമൂവർ വെച്ചത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ എന്താ? നമ്മൾ മാസ്ക് ആണ്. മാസ്കിനല്ലേ അന്നൊരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടും? കൂളിംഗ് എഫക്റ്റ് കിട്ടും, കാലിനൊരു റിലാക്സ് കിട്ടും. പിന്നെ ഇത് വാക്സ് ചെയ്തുകൊണ്ട് ടാൻ മാറും. യെസ്, ടാൻ മാറും. ഞങ്ങൾ ആൻറ്റി ടാൻ്റെ ഒക്കെ ഇടുന്നത്. പിന്നെ ടാൻ മാറും. പിന്നെ വാക്സ് ചെയ്തുകൊണ്ട് വരും ചിലർ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി. അപ്പം അത് ഒത്തിരി കൂടെ ഹെയറിനും കാലിനൊരു സ്കിന്നൊരു പോളിഷ്. ഈ മാസ്ക് ഇട്ട് എത്ര നേരം ഇരിക്കണം? മാസ്ക് ഇട്ടിട്ട് 50 മിനിറ്റ്സ് ഇരിക്കണം. 50 or 20. നമ്മുടെ കംപ്ലീറ്റ് ടാന് മാറി കിട്ടും അല്ലേ ഇതിട്ട് കഴിഞ്ഞാൽ? ഏറ്റവും കൂടുതൽ സണ്ണുമായിട്ടൊരു എക്സ്പോസർ വരുന്നത് കൈയുടെ ഈ ഭാഗമൊക്കെ ഫേസും. അത് ആരും പൊതുവെ ശ്രദ്ധിക്കാറില്ല ഇപ്പം. പക്ഷെ എല്ലാവരും പെഡിക്യൂറാണ്, സ്പെഷ്യലി ബ്രൈഡ്സൊക്കെ ചെയ്തിരിക്കാനും. ഒരു നോർമലായിട്ട് ഇപ്പോൾ ഈ മോടെ കാലിന് വലിയ പ്രശ്നങ്ങളില്ല. അപ്പം ഈ എത്ര സമയം എടുക്കുമായിരിക്കും ഈ ഒരു പ്രൊസീജിയർ തീരണമെങ്കിൽ? എത്ര സമയം വേണ്ടി വരും? ഇതിപ്പം ഞാൻ ഏകദേശം 1 hour ഏറ്റവും കുറഞ്ഞത്. നോർമൽ ആണെങ്കിൽ 1 hour. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇതൊക്കെ പൊട്ടിക്കീറി അങ്ങനെ ഡാമേജ് ആയിരിക്കുന്നത് 2 hour വരെ എടുക്കും. 2 hour അവർ പറയല്ലേ ഒരു മണിക്കൂറല്ലേ ചെയ്തു അങ്ങനെ പറഞ്ഞത്. പക്ഷെ അത്രയും എഫർട്ട് അവർ നമ്മുടെ സ്റ്റാഫ് അതിലെടുക്കുന്നുണ്ട്. ഒരു പക്ഷേ കസ്റ്റമർ വരുന്നവർ ഭയങ്കര സന്തോഷമായിട്ടാണ് അവർ പോകുന്നത്. ഇത് ഈ പാക്ക് ഈ പാക്ക് നമുക്ക് എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം. അത് ഈവൻ ഫേസ് മാസ്ക് ആയാലും നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു മസാജ് ചെയ്തെടുക്കുമ്പോൾ
ഓക്കെയാണ്. ഓക്കെ. നമ്മളല്ലാതെ ഡ്രൈ ആയിട്ട് എടുക്കുന്നതിലും അതെപ്പോഴും ഇച്ചിരി വെള്ളം ഒഴിച്ചും മസാജ് ചെയ്ത് വേണം നമ്മൾ ആ മാസ്ക് റിമൂവ് ചെയ്യാൻ. അപ്പോൾ അത്രയും ആ സ്കിന്നിനൊരു ഡാമേജ് വരാതിരിക്കും, സോഫ്റ്റ്നെസ് വരും. അത് ഫേസിലായാൽ പോലും അങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മളിനി ഇതിപ്പോൾ മാസ്ക് ഉണങ്ങി അല്ലേ, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ മസാജ് ചെയ്തിട്ടാണോ? മസാജ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ഇതിലൂടെ ഒരു ഞാൻ പറഞ്ഞേ നമ്മളെ ഒരു ലൈഫിൽ നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോകുന്നത് ഒരു റിലാക്സിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും. ഞാൻ തന്നെ അവരെ കൊണ്ട് വീട്ടിൽ എനിക്കൊന്ന് ഉറങ്ങാം, ആ ഒരു സുഖമാണ്. അതേ കണക്കാണ് നമ്മൾ കാലിൽ ഒന്ന് നിൽക്കുമ്പോൾ നമുക്ക് റിലാക്സ് ആണ്. അപ്പോൾ അതൊരു മസാജൊക്കെ ചെയ്തുമ്പോൾ നമ്മൾ ഹാപ്പിയാണ് കസ്റ്റമർ. പിന്നെ അത്രയും ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. ഈ പെഡിക്യൂർ മസാജ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയാണ് ഈ മസാജ് ചെയ്യുന്നത്. അപ്പോൾ അത്ര ആ ഒരു കസ്റ്റമറും നല്ല സന്തോഷമാണ് ചെയ്യുന്നത്, നമുക്കും നമ്മളത്രയും നന്നായിട്ട് ചെയ്ത് വിട്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെയല്ലേ ഫുഡ് മസാജും ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഫേസ് മസാജ് മാത്രമേ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളൂ. ഫുഡ് മസാജ് കൊണ്ട് നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട് അല്ലേ. നമ്മൾ ഈ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഈ ഫുഡിൽ നമ്മുടെ കാൽപാദത്തിൻ്റെ ഓരോ പോയിന്റ്സിലും നമ്മുടെ ബോഡിയുമായിട്ട് പല ബോഡി പാർട്സുമായിട്ട് ലിങ്ക്ഡ് ആണല്ലോ. നമുക്കിപ്പം തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ കാലിൽ അല്ലെങ്കിൽ ഈ ഭാഗത്തല്ലെ കാലിൽ ഇവിടെ കൊടുത്താൽ തലവേദനയ്ക്ക് മാറ്റം കിട്ടും. അത് ശരിക്കും മസാജ് അറിയാവുന്നവർക്ക് മാത്രമേ തായ് മസാജ് അങ്ങനെയൊക്കെ അറിയാവുന്നവർക്ക് കുറച്ചൊക്കെ എനിക്കറിയാം, പക്ഷെ അത്ര ചെയ്യുന്നില്ല നമ്മൾ. ഞാനത് പലയിടത്തും ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. അത് ഈ പെഡിക്യൂറിന് ആ ഒരു മസാജ് കിട്ടുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള പല പാർട്സുമായിട്ട് അത് ലിങ്ക്ഡ് ആണ്. അതെ അതെ. ഇപ്പം ഞങ്ങൾക്കൊരു മസാജർ മെഷീൻ ഉണ്ട്. അതിൽ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഫുള്ള് മസിൽസ് ഞാൻ കൂടെ വന്നിരിക്കും. നമ്മുടെ മസിൽ ഭയങ്കര സുഖമാണ്, മസിൽസിന് ഭയങ്കരമായിട്ട് റിലാക്സ് കിട്ടുകയാണ്. അപ്പം നല്ല കാല് പെയിനായിട്ടിരിക്കുമ്പോൾ അതിലോട്ട് കൊണ്ട് ഒരു 10-15 മിനിറ്റ് ഇരുന്ന് അതുപോലെ നമ്മൾ തനിയെ ഉറങ്ങിപ്പോവും. അതേ ഒരു എഫക്റ്റാണ്. ഞാൻ ഇപ്പം ആലോചിക്കുന്നത് അതാ, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം എല്ലാവർക്കും സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലും. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നുള്ള ജോലിയും ഒക്കെ ആയി കഴിഞ്ഞ് കാലിനൊക്കെ നല്ലൊരു ഒരു വല്ലാത്തൊരു പെയിൻ അല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു റിലാക്സേഷൻ. നമ്മൾ അടുത്ത് ചെല്ലുന്ന ഒരു ക്രീം ഇട്ട് മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് മസാജ് ചെയ്യണം. ചേച്ചി ഇതിപ്പം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അതിന് അടുത്ത മോയ്സ്ചറൈസർ ഓക്കെ. ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. ശരി. അതെ. ഇത് എത്ര നേരം കൊടുക്കും ഈ മസാജ്? മസാജ് ഒരു 5 മിനിറ്റ്സ് മതി. നന്നായിട്ട് മസാജ് കൊടുക്കണം. ഇപ്പം തന്നെ കാലിന് നല്ല വ്യത്യാസമുണ്ട് അല്ലേ. ആ ഫസ്റ്റ് വന്നപ്പോൾ നല്ല ടാൻ അടിച്ചിരുന്നൊരു കാലം ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട് ചെയ്തിട്ടൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നമുക്കതൊന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആ കാലിൽ ആ മസാജ് വരുമ്പം നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു മസാജ് കൊടുക്കണം. പിന്നെ ഇനി നമുക്ക് ഇതിനകത്ത് ലുമിന. അപ്പം ഈ ലുമിന എന്ന് പറയുന്നത് ലുമിന എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം ഇവിടെ ഇപ്പം ഞാൻ കണ്ടിടത്തോളം ഞങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. അത് ഗൾഫിലൊക്കെ ചെയ്യുന്നതാണ്. അത് എനിക്ക് അവിടെ നിന്ന് സാധനം വരുന്നുണ്ട്, അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യുന്നത് എല്ലാ കസ്റ്റമർക്കും അത് ഒരു പിങ്ക് കളറാണ്. ലേഡീസിന് അതൊക്കെയാണ്, ജെന്റ്സിനും അത് വേണ്ടെന്ന് പറയും. പിങ്ക് കളർ പക്ഷെ അതൊരു നമുക്കൊരു കൂടുതലായിട്ട് അതായത് ഒരു കാല് നല്ല ഒരു ബേബി പിങ്ക് ഉണ്ടല്ലോ, ആ ഒരു കുഞ്ഞുങ്ങളുടെ കാല് കണക്ക്. ഇപ്പം മസാജ് കഴിഞ്ഞു, ഇനി ലുമിനയാണ്. ലുമിന നിങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. മോൾക്ക് ലുമിന ഇഷ്ടമാണോ? കാലൊരു ബേബി പിങ്ക് കളർ. ഇപ്പം കുഞ്ഞായിട്ട് തന്നെ തോന്നും എൻ്റെ കാലുണ്ടോ, അയ്യോ എൻ്റെ കാലിത്ര കളറുണ്ടോ എന്ന് തോന്നും. അപ്പം അത് നമ്മൾ യൂസ് ചെയ്യട്ടെ. ശരി. നിങ്ങൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതാണോ? കൊടുക്കുന്നത്. അപ്പോൾ ചേച്ചി അതുകൊണ്ട് എന്ത് ഒരു പ്രയോജനം ഉണ്ടോ? പിങ്ക് ഷെയ്ഡ് വരുമെന്നാണ്, കുറച്ചും കൂടെ നീറ്റ്നെസ് ഫീൽ ചെയ്യും. നീറ്റ്നെസ് ഫീൽ ചെയ്യും. അത് ആദ്യം നഖത്തിൽ അടിക്കുക. നഖത്തിൽ ഇവിടെ ഫുട്ടിൽ ഒക്കെ അടിക്കും. നെയിൽസിലും കൈ ഇത് എത്ര നാളെ ഈ ഒരു പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കുന്നതിനനുസരിച്ചിട്ടാണോ? ഇത് 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ ഇത് പോകും. അതെ ശരി. അപ്പം നമ്മൾ എത്ര കെയർ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് കാല് വൃത്തിയായിട്ട്. അതെ.
ഏതാ ഞാൻ ചോദിക്കുന്നത്? ഈ ലൂമിനയുടെ കാര്യമല്ല, നമ്മൾ ഒരു നോർമൽ പെഡിക്യൂർ നമ്മൾ ഞാൻ നോർമൽ പെഡിക്യൂർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് ഞാൻ വീട്ടിൽ ചെന്ന് അയ്യോ ഞാൻ പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞു, എനിക്ക് ഇനിയിപ്പം കാല് ഞാൻ കയറി ഇതിൽ മസ്റ്റായിട്ട് എടുക്കാം. വീണ്ടും നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് ഓക്കെ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ടല്ലേ? പിങ്ക് ഷെയ്ഡ് വന്നിട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇത് മസാജ് ചെയ്തൊന്നും കൊടുക്കത്തില്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ അതങ്ങനെ അടിച്ച് വിടത്തേ ഉള്ളൂ. ഇത് ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഈ പെഡിക്യൂർ എത്ര നാൾ കൂടിയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യണം? അതിപ്പം കാലിനഴുക്കാവുന്നതനുസരിച്ച് ചെയ്യണം. അല്ലാതെ ആളുകളെ സൂക്ഷിക്കാതെ നടന്നു കഴിഞ്ഞാൽ വരും. അല്ല നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരു മസാജ് ഒക്കെ കൊടുക്കുന്നില്ലേ, മസാജിന് ഇന്ന ഇത്രയും ഒരു ഇൻ്റർവെല് കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. നമ്മളിത് ഏത് സാധനമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര വിഷമമല്ലേ. അതേ കണക്ക് തന്നെ നമുക്ക് കാലിന് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. എന്തോ കാല് ചൊറിയുന്നു, കാലിൽ അഴുക്കുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാലിൻ്റെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഒരു പെഡിക്യൂറിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് ഹെയറിന്, ഫേസിന് എനിക്ക് തോന്നുന്നു പിന്നെ. അതെ അതെ തീർച്ചയായിട്ടും. പണ്ടത്തെ ഒരു ചിന്താഗതി നമ്മൾ സ്കിന്ന് ഫേസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്, ഹെയറിനും നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്.